അള്ളാഹുവിന് കാവല് കൊടുക്കാൻ കോട്ട വേണമെന്നില്ല, പീരങ്കി വേണമെന്നില്ല. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കള് പലസ്തീനിൽ നമ്മുടെ മുസ്ലിം സമുദായം പ്രയാസപ്പെടുന്നു, ലോകമൊട്ടാകെ മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ടുന്നു? കാരണം എന്താണ്? പടച്ചവന് കാവല് നൽകാൻ കഴിയാഞ്ഞിട്ടല്ല. ഹബീബായ നബി തങ്ങൾ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞില്ലേ, യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാ അൽ അഖ്ലതു ഇലാ ഖസ്അതിഹാ. പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിലേക്ക് പ്ലേറ്റിലെ ഭക്ഷണം കഴിക്കുന്നവർ കൈനീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് മുഴുവൻ കക്ഷികളും കൈനീട്ടുന്നൊരു സമയം വരും. എന്തേ കാരണം? അവമിൻ ഖില്ലത്തിന്നഹ്ലി യൗമൈനി യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് ചുരുങ്ങിപ്പോയത് കൊണ്ട്, ഞങ്ങൾ അതാ അംഗസംഖ്യ ചുരുങ്ങിയത് കൊണ്ട്, ന്യൂനപക്ഷമായത് കൊണ്ട് സംഭവിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോ ബൽ അൻതും യൗമൈനി കതീർ, നിങ്ങളന്ന് ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. പ്രശ്നം അവിടെയല്ല. ബദരീകൾ 313 ഉള്ളൂ, ശത്രുക്കൾ 950 പക്ഷേ അവിടെ റബ്ബ് സഹായിച്ചില്ലേ? ആ സഹായം എന്തേ മുസ്ലിം സമുദായത്തിന് ലഭിക്കാത്തതിന്റെ കാരണം അവിടുന്ന് പറഞ്ഞു, വലാകിന്നകും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടിരവറുകളെപ്പോലെ, നൊരകളെപ്പോലെ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത വസ്തുക്കളായി പോയി. ഭക്തിയില്ല, തഖ്വയില്ല, ഈമാനില്ല. ബിസിനസ്സുകാര് പണത്തിന് വേണ്ടി എന്ത് കള്ളവും പറയുന്നു. സുബ്ഹാനല്ലാഹ്, പണത്തിന് വേണ്ടി ബാപ്പനെ കൊല്ലുന്നു. ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ബാപ്പനെ കൊന്നത് ഉമ്മന്റെ കൂട്ടോടുകൂടി, ഭാര്യയുടെ സപ്പോർട്ടോടുകൂടി 2 മക്കള് അതേ ബാപ്പനെ കൊന്നിട്ട് സുബ്ഹാനല്ലാഹ് ചാക്കിലാക്കി കൊണ്ടുപോയി. അതാ എറിയാൻ ധൈര്യം വന്നില്ലേ? മുസ്ലിം സമുദായത്തിൽ നടന്നതല്ലേ? ചോദിക്കട്ടെ, ആ ബാപ്പക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പോയിട്ട്, ഒന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്യാൻ പോയിട്ട്, അതിന് മുസ്ലിം സമുദായത്തിന് വിട്ടുകൊടുക്കാൻ പോലുമുള്ള സന്മനസ്സില്ലാതെ സ്വന്തം ബാപ്പയെ കഴുത്തറുത്ത് കൊല്ലാൻ പണത്തിന് വേണ്ടി ചെറുപ്പക്കാര് തയ്യാറായില്ലേ? ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, പൊന്ന് കടത്തിക്കൊണ്ടുവന്നു. ആ പൊന്ന് കടത്തിക്കൊണ്ടുവന്ന വകയിൽ, കരിയറായ വകയിൽ അതാ പണം കിട്ടുമെന്ന് കരുതി കൊണ്ടുവന്നു. ഇങ്ങെത്തിയപ്പോ തോന്നിയില്ലേ, തീർത്തും അങ്ങ് കട്ടാലെന്താണ്? അങ്ങനെ പിന്നെ കട്ടുകൊണ്ടുപോകാമെന്ന് കരുതി പൊന്നുമായി മുങ്ങിയില്ലേ? ആ മുങ്ങിയവനെ കൊന്നാൽ എന്താണെന്ന് പൊന്നു കൊടുത്തവരും ചിന്തിച്ചില്ലേ? അങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവൻ അതാ പൊന്ന് കക്കാനൊരുങ്ങിയില്ലേ? കട്ടവനെ കൊല്ലാൻ മറ്റ് മുസ്ലിമീങ്ങൾ ഒരുങ്ങിയില്ലേ? എന്നിട്ട് പൈസ വാങ്ങിയിട്ട് കൊല്ലാൻ വേണ്ടി പോയില്ലേ? പേര് വായിക്കുന്നതൊക്കെ മുസ്ലിമീങ്ങളുടേതല്ലേ? ഇതെവിടെയാ വായിക്കുന്നത്? ഫലസ്തീനിലല്ല. ഓ സുഹൃത്തുക്കളെ, എവിടെയാ? മദ്രസകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളം, പള്ളികൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളം, ഉത്ബോധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളം, അതേ മാസികകളും വാരികകളും സംഘടനകളും ഉത്ബോധനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളം. ഈ കേരളത്തിലല്ലേ ഈ പറഞ്ഞ സംഭവം നടന്നത്? ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വലാകിന്നകും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ, നൊരകളെ പോലെ അതപ്പതിച്ചാൽ റബ്ബിന്റെ സഹായം സമുദായത്തിന് കിട്ടുമോ? നമ്മൾ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അതിന് പറ്റുന്നവരായി നമ്മൾ വളരണ്ടേ? മുസ്ലിം സമുദായം അതിനുവേണ്ടി വളരണ്ടേ സുഹൃത്തുക്കളെ? മുസ്ലിം സമുദായം തന്നെ പരസ്പരം എന്തിനൊക്കെ കൊല്ലുന്നവരുണ്ട്, എന്തിനൊക്കെ വാളെടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ അനധികൃതമായി പിരിവെടുക്കുമ്പോ ആ പിരിവ് അങ്ങനെ എടുക്കരുതിന് കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ അതിന്റെ പേരിൽ കൊല്ലുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു ഹലാലും ഹറാമും ചിന്തിക്കാതെ ജീവിക്കുന്ന വിധം സമുദായം മതപ്പതിച്ചാൽ സമുദായത്തിന് സംരക്ഷണം റബ്ബ് നൽകുമോ? ഓരോരുത്തരും നന്നാകാനല്ലേ ശ്രമിക്കേണ്ടത്, തഖ്വ ഉണ്ടാകാനല്ലേ ശ്രമിക്കേണ്ടത്.
ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ് നിങ്ങൾക്ക് നോമ്പും റമദാനും തന്നതെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ നാവ് കൊണ്ട് ഇട്ടടിച്ചാൽ പോരാ, നമ്മൾ അല്ലാഹുവിനെ ഖൽബ് തിരിക്കണമെന്നാണ് എല്ലാ മുഅ്മിനീങ്ങളോടും ഏറ്റവും ആദ്യമായി പാവപ്പെട്ട എന്നോടും പറയാനുള്ളത്. റബ്ബേ, ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് തഖ്വയുടെ ബോധം തരണേ അല്ലാഹ്, ഈ ഉമ്മത്തിനെയും ഞങ്ങളെല്ലാവരെയും നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഈ പരിശുദ്ധ റമദാനിൽ അവരതാ അഭയാർത്ഥികളായി ഓടുന്നു, അവർ പാലായനം ചെയ്യുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നടക്കുന്നു. ഞങ്ങളെ തെറ്റുകൾ മാപ്പാക്കണം അല്ലാ, ഈ ഉമ്മത്തിന് സംരക്ഷണം നൽകണം അല്ലാ.